പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ? SDPI വടകരയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ്. ഇവര് തന്നെ പച്ചക്ക് വിളിച്ചു പറയാണ്, ഞങ്ങൾക്ക് മയ്യത്താക്കുന്ന, ഞങ്ങൾക്ക് കൊല ചെയ്യുന്ന ഏർപ്പാട് ഉണ്ട് എന്ന് പരസ്യമായിട്ട് ഇവര് വിളിച്ചു പറയാ. ഞാനൊരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ പ്രതിഷേധ പ്രകടനത്തിൽ ഉടനീളം ഇവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കയ്യും കാലും കൊത്തിയരിഞ്ഞ് ഞങ്ങളത് പാർസൽ അയക്കും എന്നുള്ളത് ഉൾപ്പെടെയാണ് ഇവർ നിരന്തരം വിളിച്ചു പറയുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. മനുഷ്യന്റെ പച്ച ഇറച്ചിയിലേക്ക് കത്തി കുത്തിയിറക്കും എന്നുള്ളത് പച്ചക്ക് വിളിച്ചു പറയാ. നമ്മുടെ നാട്ടില് നമ്മൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തില് വടകരയിൽ മുസ്ലിം ലീഗിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടന. അവരുടെ കൊടി, SDPIയുടെ കൊടി നശിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടന. ഇത് തമ്മത്തല്ല, ഇത് തമ്മിലുള്ള പ്രശ്ന. ഈ മുസ്ലിം ലീഗും SDPI എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സംവിധാന. ഒന്ന് മതപാർട്ടിയും ഒന്ന് മതരാജ്യം ഉണ്ടാക്കാനും, രണ്ടും ഒരേ ആവശ്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാ. ഇത് വെറുതെ പറയുന്നല്ല. ഒരു മുസ്ലിം ലീഗുകാരൻ രാജിവെച്ചാൽ പോകുന്ന പാർട്ടി SDPI. ഒരു SDPIക്കാരൻ രാജിവെച്ചാൽ പോകുന്ന പാർട്ടി മുസ്ലിം ലീഗ. ഇവര് തമ്മിലുള്ള പ്രശ്ന. ഈ തമ്മിലുള്ള പ്രശ്നം നമ്മുടെ നാടിന് അപകട. ഇത് നമുക്കെതിരെയാണ് നാളെ തിരിയ. ഇത് നമ്മുടെ നാടിനെതിരെയാണ് തിരിയ. ഒരു തർക്കമില്ലാത്ത വിഷയ. NIA ഡൽഹി പട്യാല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് എന്താണ് എന്നുള്ളത്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ, അതായത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ SDPI എന്ന് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ളതാ. പോപ്പുലർ ഫ്രണ്ടിന്റെ കേസ് പരിഗണിക്കുന്ന പട്യാല കോടതിയിൽ വ്യക്തമായിട്ട് NIA സമർപ്പിച്ചിട്ടുള്ളത് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. നമ്മുടെ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള ഒരു ഏർപ്പാടുമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, യുദ്ധം വരുന്ന സമയത്ത് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനാണ് ഈ പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിറിയയിലേക്ക് പോലും ആളുകളെ അയച്ചിട്ട്, ഈ PFI ജിഹാദികളെ അയച്ചിട്ട് പരിശീലനം നടത്താൻ പോലും ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ട് കോടതിയിൽ NIA സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇതേ പോപ്പുലർ ഫ്രണ്ടിന്റെ SDPI ആണിപ്പോ കൊല്ലവിളിയായിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനം തകർക്കാൻ ഇവര് ഈ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ദക്ഷിണേന്ത്യ പിടിക്കാനൊക്കെ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും സകല ആളുകൾ തിരിച്ചറിയണം. സകല നാഷണൽ മീഡിയാസിൽ വന്നിട്ടുണ്ട്. മാതൃഭൂമിയിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വ്യക്തമായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് NIA കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാ. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയിൽ ഇസ്ലാം അപകടത്തിലാണെന്ന പ്രചാരണം നടത്തി പോപ്പുലർ ഫ്രണ്ട് ഹിന്ദുക്കൾക്കെതിരെ ശത്രുതയും വിദ്വേഷവും വളർത്തുകയായിരുന്നു. അത്തരം പ്രചാരണത്തിന് വഴങ്ങുന്ന മുസ്ലിം യുവാക്കളെ തിരിച്ചറിയുകയും ജിഹാദിൽ പങ്കെടുക്കുന്നതിന് അവരെ തീവ്രവാദികളാക്കുകയും ചെയ്തുവെന്നും NIAയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ISൽ ചേരാനും ഇന്ത്യയിൽ ഖിലാഫത്ത് ശരീഅത്ത് നിയമവും സ്ഥാപിക്കാനും PFI അംഗങ്ങളെ പ്രേരിപ്പിച്ചു എന്നും NIA അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതായത് ഇവിടെ ഇവരുമായി ബന്ധപ്പെട്ട മതം വലിയ പ്രശ്നത്തിലാണ് എന്ന് നിരന്തരം ഇവർ പ്രചരിപ്പിക്കും. ഇത് കണ്ട് ഇതിന് വഴങ്ങുന്ന യുവാക്കളെ ഇവര് ജിഹാദികളാക്കി, ഇവരുടെ തീവ്രവാദികളാക്കി, ഇവര് പരിശീലനം കൊടുത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി കാത്തുക്കുക. ഏത് യുദ്ധത്തിന്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു യുദ്ധത്തിന് പോപ്പുലർ ഫ്രണ്ട് കാത്തു നിൽക്കുക. എന്നിട്ട് ദക്ഷിണേന്ത്യ പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ നിരന്തരം പറയാറുണ്ട്, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളതിനേക്കാൾ അധികം ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിന് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പുറത്തുള്ള ശത്രുക്കൾ അത് ശത്രുക്കളാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന നമ്മുടെ രാജ്യത്തിന്. എന്നാൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് എവിടെ നിന്നൊക്കെയാണ് ജിഹാദികൾ ഉറഞ്ഞുതൊള്ളി നമ്മുടെ രാജ്യം വെട്ടിക്കീറാൻ വരുന്നത് എന്നുള്ളതാ വലിയ അപകടകരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്.
ഇത് NIA ഒക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനേക്ക് അങ്ങ് നിരോധിച്ചത്. ഈ വടകരയിൽ പ്രകടനം നടത്തുന്ന സകല SDPIക്കാരോടും ഒരു കൃത്യമായിട്ട് ഇന്നലകളിൽ നടന്നിട്ടുള്ള ഒരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം. അവരും കുന്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പ്രകടനം നടത്തി, നിങ്ങൾ ആ പ്രകടനം നടത്തിയിട്ട് 10 ദിവസത്തിനുള്ളിലാ അവലും കുന്തിരിക്കവും എന്നൊക്കെ പറഞ്ഞ്, അവലും മലരും കുന്തിരിക്കവും എന്ന് പറഞ്ഞ് പ്രകടനം നടത്തി 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാവി പ്രധാനമന്ത്രി റഹൂഫ് ഉൾപ്പെടെയുള്ള ഭാവി പ്രധാനമന്ത്രിമാരെയും 2047 മതരാജ്യം സ്വപ്നം കണ്ട് നടക്കുന്ന സകല പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയും ആ ഒരു പ്രകടനം നടന്ന് 10 ദിവസത്തിനുള്ളിലാ തൂക്കിയെടുത്ത് തീഹാറിലേക്ക് അങ്ങ് തള്ളിയത്. ഇത് മാത്രല്ല, ഇത് കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി 10 ദിവസത്തിനുള്ളിൽ SDPIയുടെ ദേശീയ നേതാവ് MK ഫൈസിയെയും എടുത്ത് തീഹാറിലിട്ടിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ഒരാളും മറക്കാൻ നിൽക്കരുത്. ഇനി വടകരയിൽ നടന്നിട്ടുള്ള പ്രകടന ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആരൊക്കെ ഉള്ളിലേക്ക് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ SDPIയുടെ പിന്തുണ പോലും കോൺഗ്രസ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ SDPIയുടെ പിന്തുണയും വാങ്ങിയിട്ടാണ് UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. രഹസ്യ ധാരണകൾ ഒരുപാട് ഈ SDPIയും UDFും തമ്മിലുണ്ട്. ഇത് ഞങ്ങളൊന്നും തമ്മിലുള്ള ഒരു ധാരണ ഇല്ല എന്നറിയിക്കാൻ പോലുമുള്ള ഒരു തമ്മിലടിയാണോ എന്നുള്ളത് പോലും നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഇത് തമ്മിലടി, ഇത് മുസ്ലിം ലീഗിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന് SDPI പച്ചക്കൊരു സന്ദേശം നൽകുക. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾക്ക് നേരെ വന്നാൽ ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് വന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് എന്താ? ഞങ്ങൾക്കൊരു ഏർപ്പാടുണ്ട്, മയ്യത്താക്കുന്ന എന്ത് കൊല ചെയ്യുമെന്ന് പച്ചക്ക് വിളിച്ചു പറയാ. ഈ രാഷ്ട്രീയ പാർട്ടി ഒരു ഭീകര സംഘടനയാണ്, നമ്മുടെ നാടിന് അപകടമാണ്, കൈയും കാലും കൊത്തിയെറിയുമെന്നും പച്ചക്ക് മനുഷ്യ ഇറച്ചിയിലേക്ക് കടാര ഇറക്കുമെന്നായി വിളിച്ചു പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ. ഇവരുടെ പിന്തുണ പോലും നമ്മുടെ UDF ഈ കേരളത്തില് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗ്, ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്, ഇത്തരം ആളുകളൊക്കെയാണ് UDFനെ ഇപ്പോ നിയന്ത്രിക്കുന്നത്. ഇത് രംഗത്തിറങ്ങിയിട്ട് VD സതീശൻ ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയോ? കാത്തിരുന്ന് കാണാം. VD സതീശൻ ഇവർക്കെതിരെ SDPIക്കെതിരെ എന്തെങ്കിലും പറയൂ? VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി പോലും അവരെന്ത് വർഗീയതയാണ് ചെയ്തത് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത് VD സതീശന്? വരുന്ന നിയമസഭാ ഇലക്ഷനില് VD സതീശനും ടീമുമാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ VD സതീശനെയും ആളുകളെയും UDFനെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് നിയന്ത്രിക്കുക എന്നുള്ളതും സകല ആളുകളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.